തിരുവിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയൻ ഭൂമികയെ വിളിച്ച് പാർവതിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ഭൂമിക ചോദിക്കുകയാണ്, എന്താണ് പാർവതിക്ക് സംഭവിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഡോക്ടർ സ്ത്രീകളോട് സംസാരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേഡം ഒന്ന് ഇവിടേക്ക് വരുമോ എന്ന് ചോദിക്കേണ്ട. അങ്ങനെ ഭൂമിക ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അപ്പോൾ കൈലാഷുമായിട്ട് പാർവതി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയനെ കുറ്റപ്പെടുത്തിയിട്ടാണ് പാർവതി സംസാരിക്കുന്നത്. അയാൾ കാരണമാണ് എനിക്ക് ഈ അവസ്ഥയൊക്കെ വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രിയൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രിയന് പാർവതി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ ഒരുപാട് വിഷമാവാണ്. അപ്പോഴും പ്രിയൻ മനസ്സിൽ ചിന്തിക്കുന്നത്, നീ എന്നെ എത്ര കുറ്റപ്പെടുത്തിയാലും ശരി, നിനക്ക് എന്ത് അപകടം വരുമ്പോഴും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും, അത് നീ എന്നെ എത്ര തള്ളി പറഞ്ഞാലും ശരി എന്നൊക്കെ പ്രിയൻ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ. അങ്ങനെ കൈലാഷ് പാർവതിയോട് പറയണേ, എന്ന തൽക്കാലം ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, നീ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് കൈലാഷ് പാർവതിയെ ആശ്വസിപ്പിക്കാണ്ടോ. അങ്ങനെ പാർവതി കൈലാഷിനോട് നന്ദി പറയുകയാണ്. ഇത്രയും തിരക്കിനിടയിലും സാർ എന്നെ കൂട്ടി ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നില്ല, അതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, നീ എന്തിനാണ് പാർവതി എന്നോട് നന്ദിയൊക്കെ പറയുന്നത്, നീ എനിക്ക് വേണ്ടിയിട്ടും ഒരുപാട് വലിയ കാര്യം ചെയ്തില്ലേ, നീ എനിക്ക് രക്തം തന്ന് എന്നെ സഹായിച്ചതല്ലേ, ഞാനിപ്പോൾ ഇന്ന് ജീവനോട് ഉള്ളത് തന്നെ നീ കാരണമല്ലേ എന്നൊക്കെ കൈലാഷം പറയാൻ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ പാർവതി, നമുക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ പരസ്പരം നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെയാണെങ്കിലും സഹായം ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അത് എന്തുകൊണ്ടാണെന്നോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണേ, അത് ശരിയാണ് സാർ പറഞ്ഞത്, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്നുണ്ട്, അതിനെല്ലാം വിധിയാണ് കാരണം എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, അത് നീ പറഞ്ഞത് ശരിയാണ്, വിധിയാണ്, പക്ഷേ അതിലും മീതെയുള്ള ഒരു കാരണമുണ്ട്, എന്ത് കാരണം എന്ന് പാർവതി ചോദിക്കുമ്പോൾ അതിൻ്റെ പേരാണ് എന്ന് പറഞ്ഞ് വിക്കലോട് കൂടിയിട്ട് കൈലാഷ് സ്നേഹം പ്രണയം എന്നങ്ങ് പറയാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് നേഴ്സ് അങ്ങ് വരികയാണ്. സാർ ഇനി കൂടുതൽ സംസാരിപ്പിക്കരുത്, പാർവതി കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് പറഞ്ഞ് കൈലാഷിനെ അവിടെ നിന്നും പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ കൈലാഷിന് വീണ്ടും പാർവതിക്ക് മുന്നിൽ പ്രണയം എന്നുള്ള വാക്ക് പറയാൻ പോലും കഴിയാതെ, എനിക്ക് നിന്നോട് ഇഷ്ടമാണ് എന്നുള്ള വാക്ക് പറയാൻ കഴിയാതെ കൈലാഷിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരികയാണ്. അപ്പോഴത്തേക്കും ഭൂമിക അവിടേക്ക് വരികയാണ്. എന്നിട്ട് പ്രിയനോട് ചോദിക്കുകയാണ്, എന്താണ് പാർവതിക്ക് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല കുഴപ്പമൊന്നുമില്ല മേഡം, പക്ഷേ എന്തോ ലേഡീസ് സംബന്ധമായ വിഷയമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ മേഡത്തിനെ വിളിച്ചത് എന്ന് പറയട്ടോ. അങ്ങനെ കൈലാഷ് പറയണേ, മേഡം പേടിക്കാനൊന്നുമില്ല, മേഡം ഡോക്ടറെ കണ്ട് സംസാരിച്ചേക്ക് എന്ന് പറഞ്ഞ് ഭൂമിക ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് ഡോക്ടർ പറയണം, നിങ്ങൾ പാർവതിയുടെ ആരാണെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ പാർവതി താമസിക്കുന്ന ഹോസ്റ്റലിലെ വാർഡനാണെന്ന് പറയട്ടോ. പാർവതിയെ എങ്ങനെയുണ്ട്, ആളെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ, അവൾ നല്ലൊരു കുട്ടിയാണ്, നാട്ടുംപുറത്തുകാരിയാണ്, ഇവിടെ വന്ന് താമസം തുടങ്ങിയിട്ട് അധികമായിട്ടില്ല, നല്ല പെൺകുട്ടിയാണ്, ഡോക്ടർ എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അവളെ പരിശോധിച്ച ശേഷം പുതുതായി കല്യാണം കഴിച്ച പെൺകുട്ടികൾക്ക് ഉണ്ടായി വരുന്ന കോമണായി കാണുന്ന ഒരു സംഭവമാണ് എനിക്ക് അവളിൽ കണ്ടത്. അത് കേട്ടപ്പോൾ ഭൂമി അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇല്ല ഡോക്ടർ, അങ്ങനെയുള്ള പെൺകുട്ടിയൊന്നുമല്ല പാർവതി, ഇന്നലെ പാർവതിയുടെ കമ്പനിയിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അത് കാരണം കുറച്ച് നേരം വൈകിട്ടാണ് പാർവതി ഹോസ്റ്റലിൽ തിരിച്ചെത്തിയത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ക്ഷീണം വന്നത് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണ, അതുമായിരിക്കാം, എന്നാലും നല്ലപോലെ ആ കുട്ടിയെ ശ്രദ്ധിക്കണം, ആ കുട്ടിയുടെ ബോഡിയൊക്കെ നന്ന വീക്കായിട്ടുണ്ട്, പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണം, കുറച്ച് ടാബ്ലറ്റുകൾ എഴുതിയിട്ടുണ്ട്, അതെല്ലാം 3 ദിവസം കൊടുക്കണം, 2 ദിവസം കഴിഞ്ഞ് എന്നെ വീണ്ടും ഒന്ന് പാർവതിയെ കൊണ്ടുവന്ന് ഇവിടെ പരിശോധന നടത്തണം എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് ഡോക്ടർ ഭൂമികയെ പറഞ്ഞു വിടുന്നത്. ഇനി ട്രിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ പാർവതി നിങ്ങൾക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയട്ടോ. അങ്ങനെ ഭൂമിക പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പ്രിയനും കൈലാഷും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും വെപ്രാളം പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് മേഡം പാർവതിക്ക് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല എന്ന് ഒരു പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ഭൂമിക പറയുന്നത്. ഡോക്ടർ പറഞ്ഞ കാര്യം ഇവരോട് പറയാൻ കഴിയില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഡോക്ടർ എന്തിനാണ് ലേഡീസിനോട് തന്നെ സംസാരിക്കണമെന്ന് പറഞ്ഞത്, എന്താണ് പാർവതിയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പവുമില്ല, പാർവതിക്ക് കുറച്ച് ബോഡി ഒന്ന് വീക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ്, പാർവതി ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്, ഇനി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ട്രിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ കൈലാഷ് പറയണേ, ഞാൻ കൊണ്ടുവന്നോ പാർവതിയെ, ഞാൻ ഹോസ്റ്റലിലേക്ക് ആക്കി തന്നോളാം എന്ന് പറയട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് ഭൂമികയ്ക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഭൂമിക അങ്ങ് മാറി നിന്ന് സംസാരിക്കുകയാണ്. കൈലാഷ് വീണ്ടും പാർവതിയുടെ അവിടേക്ക് ചെന്നിട്ട് പാർവതി കിടക്കുന്ന ആ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാർവതി വന്നതും പാർവതി കൈലാഷിനെ പരിചരിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും പാർവതിയെക്കുറിച്ച് ഇങ്ങനെ കൈലാഷിന് സങ്കടത്തോടു കൂടി ഓർമ്മിക്കുകയാണ്. എന്നിട്ട് കൈലാഷ് അങ്ങ് മാറിയ ശേഷം പ്രിയൻ അവിടേക്ക് ചെല്ലാൻ കേട്ടോ. അങ്ങനെ പ്രിയൻ ആദ്യമായി പാർവതിയെ കണ്ട ആ നിമിഷത്തെക്കുറിച്ചൊക്കെ പ്രിയനും സങ്കടത്തോട് കൂടിയിട്ട് പാർവതിയെക്കുറിച്ച് ഓർക്കുകയാണ്. എന്നിട്ട് ഭൂമിക വന്ന് പറയണേ, കൈലാഷും പ്രിയനും തിരിച്ചു പോയിക്കോളൂ, നിങ്ങൾ കമ്പനിയിലേക്ക് തന്നെ പോയിക്കോ, ഞാൻ പാർവതിയെയും കൂട്ടി ഹോസ്റ്റലിലേക്ക് പോയിക്കോളാം, അവളുടെ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറയട്ടോ. അങ്ങനെ അവരെ പറഞ്ഞു വിടാണ്. പ്രിയനും കൈലാഷിനും പാർവതിയെ അവിടെ കിടത്തിയിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മനസ്സില്ലാ മനസ്സോടെയാണ് അവർ രണ്ടുപേരും വിഷമത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പിന്നീട് ഹോസ്റ്റലിലേക്ക് ഭൂമിക പാർവതിയെയും കൊണ്ട് ചെല്ലാൻ കേട്ടോ. എന്നിട്ട് പാർവതിയോട് പറയണേ, ഞാനാണ് തെറ്റുകാരി, നിന്നെ ഇങ്ങനെയുള്ള ഫംഗ്ഷൻ ഒന്നും നിന്നെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു, കാരണം നിനക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ, നീ ഗ്രാമത്തിൽ നിന്ന് വന്നവളാണ്, നിനക്ക് പെട്ടെന്ന് തന്നെ രാത്രിയാവുന്ന സമയത്ത് നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ ഉറങ്ങിയിട്ടുള്ള ശീലമല്ലേ, ഇവിടെ വന്ന് ഒരുപാട് നേരം ഉറക്കം ഒഴിച്ചത് കൊണ്ടും ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചത് കൊണ്ടാണ് നിന്റെ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നത്, ഇനി ഞാൻ നിന്നെ ഒരിക്കലും രാത്രിയിൽ ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും ഞാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞ് ഭൂമിക തന്നെ
പാർവതിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കോരി കൊടുക്കാൻ കേട്ടോ. കഞ്ഞി ഉണ്ടാക്കിയ ശേഷം അത് പാർവതിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടും കൊണ്ടാണ് മുക്ത വരുന്നത്. അപ്പോൾ മുക്തയും ഫ്രണ്ട്സുകളും അങ്ങ് അതിശയിച്ചു പോവുകയാണ്. വാർഡൻ പാർവതിക്ക് ഭക്ഷണം കോരി കൊടുക്കുന്നതും ഒക്കെ കാണുന്ന സമയത്ത് പാർവതിയെ സ്വന്തം മകളെ പോലെ, വാർഡന്റെ സ്വന്തം മകളെ പോലെ പരിചരിക്കുന്നത് കാണുമ്പോൾ മുക്തയ്ക്കും മുക്തയുടെ ഫ്രണ്ട്സുകൾക്കും അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് പറയണേ, എന്താണ് ഈ കാണുന്നത്? അവളെ എന്തിനാണ് ഇങ്ങനെ തലയിൽ വെച്ച് കൊണ്ടാടുന്നത്? ഇനി നമുക്ക് ഈ ഹോസ്റ്റലിൽ മനസമാധാനത്തോടു കൂടി ജീവിക്കാൻ പോലും കഴിയില്ലല്ലോ. മുക്ത പറയണേ, നീ വാ, നമുക്കിതൊക്കെ കണ്ടു നിൽക്കുമ്പോൾ തന്നെ ദേഷ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞങ്ങ് പോകുന്ന സമയത്താണ് പെട്ടെന്ന് വാർഡൻ അവരെ കാണുന്നത്. അപ്പോൾ മുക്ത, നിന്റെ അമ്മ അവിടെ വീട്ടിലെത്തിയോ, തിരിച്ചു വിളിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അമ്മ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയട്ടോ. എന്നിട്ട് മുക്ത വീണ്ടും പോകുന്ന സമയത്ത് വാർഡൻ പറയണേ, മുക്ത നീ ഇവിടെ വന്നേ എന്ന് പറഞ്ഞ് മുക്തയെ വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല നിന്റെ കമ്പനിയിൽ തന്നെയല്ലേ പാർവതി ജോലി ചെയ്യുന്നത്? എന്നിട്ട് പാർവതി അവരുടെ ബോധം കെട്ട് വീണിട്ട് പോലും അവിടെ നിന്നും കൈലാഷാണ് അവളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. എന്നിട്ട് പോലും നീ എന്താ പാർവതിയെക്കുറിച്ച് ഒന്നും ചോദിച്ചറിയാത്തത്? നീ എന്താ കാണാത്തത് പോലെ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുക്ത പറയണ, ആ കമ്പനിയിലേക്ക് കൈലാഷ് തിരിച്ചെത്തിയ സമയത്ത് ഞാൻ ചോദിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ ഇതാ ഇവിടെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു, ഭക്ഷണവും കഴിക്കുന്നുണ്ട്. പിന്നെ എന്താ ഇപ്പം ഇത്ര ചോദിച്ചറിയാനുള്ളത് എന്ന് പറയുമ്പോൾ വാർഡന് കാര്യം മനസ്സിലാവാണ്. ഇവൾക്ക് ഇപ്പോഴും ആ പാർവതിയോട്, ആ പാവം പിടിച്ച പാർവതിയോട് അത്രയ്ക്ക് ദേഷ്യമാണെന്ന് വാർഡന് മനസ്സിലാവാൻ കേട്ടോ. മുക്ത പറയണേ, പാർട്ടിക്ക് വന്നിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതൊന്നും കഴിക്കരുത്. ഇതുവരെ കാണാത്ത ഭക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ കണ്ണു തള്ളി പോയിട്ടുണ്ടാവും. അപ്പോൾ വാരി വലിച്ച് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയുമ്പോൾ വാർഡൻ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. അപ്പോൾ വാർഡൻ പറയണേ, പാർട്ടി അതിന് നിന്റെ വെച്ചതല്ലല്ലോ, നീയല്ലല്ലോ പാർട്ടി നടത്തിയത്, അത് കമ്പനിയുടെ പാർട്ടി ആയിരുന്നില്ലേ? നീ പാർട്ടി ഫംഗ്ഷന് പോയതുപോലെ തന്നെയാണ് പാർവതിയും അവിടേക്ക് പോയത്. നീ അവിടെ പോയി ഭക്ഷണം കഴിച്ചില്ലേ? അതുപോലെ അവൾക്കും അവിടെ പോയി ഭക്ഷണം കഴിക്കാനുള്ള അർഹതയുണ്ട്. നീ എന്തിനാ പാർവതി കഴിച്ച ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ ഓർത്ത് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അങ്ങനെ വാർഡൻ തന്നെ നല്ല മറുപടി മുക്തയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന മുക്തയുടെ ഫ്രണ്ട്സുകൾ പറയുന്നുണ്ട്, സ്വന്തം അമ്മയെ പോലെയാണല്ലോ വാർഡൻ പാർവതിയോട് പെരുമാറുന്നത് എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ഭൂമിക മുക്തയുടെ മുന്നിൽ വെച്ച് മുക്തയെ തട്ടിച്ചുകൊണ്ട് പറയുകയാണ്, പാർവതി നിനക്ക് ഇന്നലത്തെ ഫംഗ്ഷൻ നിനക്ക് നല്ല കണ്ണ് തട്ടിയിട്ടുണ്ട്, നിന്നെ എല്ലാവരും കണ്ണ് വെച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. നിന്റെ ഈ കണ്ണ് തട്ടിയത് മാറണമെങ്കിൽ നിന്നെ ഒന്ന് ഉപ്പും മുളകും ഒഴിഞ്ഞിടണം, അല്ലാതെ നിന്റെ മേലിൽ കണ്ണേർ മാറില്ല എന്നും പറഞ്ഞ് മുക്തയെ നിർത്തിക്കൊണ്ട് തന്നെ ഭൂമിക പാർവതിയെ അങ്ങ് ഒഴിഞ്ഞിടുകയാണ് കേട്ടോ. എന്നിട്ട് മുക്തയുടെ മുന്നിൽ വെച്ച് തന്നെ പാർവതിയോട് അതിലേക്കൊന്ന് തുപ്പാൻ പറയുകയാണ്. 3 പ്രാവശ്യം ഇതിലേക്കൊന്ന് തുപ്പിയേക്ക് എന്ന് പറയട്ടോ. അങ്ങനെ പാർവതി ഓരോ തവണ തുപ്പുമ്പോഴും അത് മുക്തയുടെ മുഖത്തേക്ക് തുപ്പുന്നത് പോലെയാണ് കേട്ടോ മുക്തയ്ക്ക് തോന്നുന്നത്. അപ്പോൾ മുക്തയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ വാർഡൻ മുക്തയെ ഒന്ന് നോക്കുകയാണ് കേട്ടോ. നിന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ള ഭാവത്തിൽ. അപ്പോൾ മുക്തയുടെ ഫ്രണ്ട്സുകൾ പറയുകയാണ്, അവൾ ഓരോ തുപ്പ് തുപ്പിയതും അത് മുക്തയുടെ മുഖത്തേക്ക് അവൾ കണ്ണേർ തട്ടി എന്ന് കരുതിയിട്ടല്ല എന്നൊക്കെ അവർ പറയട്ടോ. അങ്ങനെ മുക്ത ദേഷ്യത്തിൽ പാർവതിയെയും വാർഡനെയും ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം പാർവതിയുടെ ഫ്രണ്ട്സ് മീരയും ജെനിഫറും കൂടി ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടാവും കേട്ടോ. മീരയുടെ ഒപ്പം ജെനിഫർ കൂടി പോവുകയാണ്. ഇനി ഹോസ്റ്റലിൽ ഇരുന്നു കൊണ്ട് നിനക്ക് തനിച്ചിരിക്കുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, നിനക്ക് വല്ലാതെ അങ്ങ് ബോറടിക്കുന്നുണ്ടാവും, അതുകൊണ്ട് നീ എൻ്റെ കൂടെ പോരെ, കുറച്ച് ആശ്വാസം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് മീര ജെനിഫറിനെയും കൂട്ടി പുറത്തേക്ക് പോകുന്നത്. ഇനി അവിടെ വെച്ചാണ് ജെനിഫറിൻ്റെ കൊല്ലാൻ നോക്കുന്ന ശത്രു ഏർപ്പാടാക്കിയ ഗുണ്ടകളെ കണ്ടുമുട്ടുന്നത്.